എൻ്റെ നല്ല അമ്മ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരമ്മയുടെ സ്നേഹവും മാധുര്യവും സംരക്ഷണവും അനുഗ്രഹങ്ങളും ഒത്തിരി അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പരിശുദ്ധ അമ്മയെ കാണുന്നത് എൻ്റെ അമ്മയെപ്പോലെയാണ്. എൻ്റെ സ്വന്തം അമ്മയും പരിശുദ്ധ അമ്മയും എനിക്ക് മാതാപിതാക്കളെ പോലെയാണ്. എൻ്റെ 5-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പച്ചൻ മരണമടഞ്ഞു. പക്ഷേ ജീവിതത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലൊന്നും ഒരിക്കലും അപ്പനില്ല എന്നുള്ളൊരു ദുഃഖം ജീവിതത്തിലുണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ അമ്മയും എൻ്റെ അമ്മയും എനിക്കെന്നും മാതാപിതാക്കളെ പോലെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ പോയാലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ അമ്മ എന്നോട് പറയും, ദേടാ, മാതാവ് അമ്മ നിൻ്റെ കൂടെയുണ്ട്, നിന്നെ നോക്കുന്നുണ്ട്, നിൻ്റെ കൂടെയുണ്ട്, നിന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവില്ല, പക്ഷേ പരിശുദ്ധ അമ്മ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. എനിക്കെപ്പോഴും നിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റില്ല, പക്ഷേ മാതാവിന് എപ്പോഴും ഏത് ദൂരത്തിലും ഏതവസ്ഥയിലും നിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള നിൻ്റെ ബന്ധം എന്നോടുള്ള നിൻ്റെ ബന്ധത്തെക്കാൾ തീവ്രമായിരിക്കണം. എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നതാണ്. പള്ളിയുടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ മുൻപിലൂടെ പോകുമ്പോൾ അമ്മ കൂടെയുണ്ടെങ്കിൽ എൻ്റെ കൈക്ക് പിടിക്കും. ദേ ഇടാ മോനെ, നിൽക്ക്, ദേ നോക്ക് അമ്മ. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ ദട മോനെ, ദേ നോക്ക് അമ്മ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വലിയൊരു ആകാംക്ഷയുടെ അങ്ങോട്ട് നോക്കുകയാണ് അമ്മയുടെ മുഖത്തേക്ക്. അപ്പോൾ ആ അമ്മയുടെ രൂപം, ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ ആ കണ്ണുകളിൽ ജീവനുള്ള കണ്ണുകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ കൈകൾ ജീവനുള്ള കൈകളായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ചിരിക്കുന്ന മുഖം, ആ മുഖം കാണുമ്പോൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ നോക്കുന്ന എൻ്റെ അമ്മയെപ്പോലെയാണ് എനിക്ക് ആ രൂപവും ഫോട്ടോയുമൊക്കെ. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, അറിയുകയാണ്. എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കയ്യിലൊരു കൊന്ത തന്നിട്ട് പറയും, മോനെ നീ അമ്മയെ വിളിച്ചോണം എപ്പോഴും. കൈ പിടിക്കാൻ പറ്റിയില്ലേ, നിൻ്റെ പോക്കറ്റിൽ ഇട്ടോളോ, എപ്പോഴും അമ്മയെ വിളിച്ചോളുക. കുഞ്ഞുനാളിൽ എനിക്ക് ഇരുട്ടിനെ ഭയങ്കര ഭയമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കാൻ, ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കാൻ പോലും പേടിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ, എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ. പക്ഷേ മാതാവാണ് എൻ്റെ പേടി മാറ്റിയത്. മാതാവിൻ്റെ ഓർമ്മയാണ് എൻ്റെ പേടി മാറ്റിയത്. എങ്ങനെയെന്നറിയോ? അമ്മ കയ്യിൽ കൊന്ത പിടിപ്പിച്ചിട്ട് പറയും, മോനെ നിനക്ക് പേടിയുള്ളപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്തെത്തുമ്പോൾ ഈ കൊന്ത കയ്യിൽ പിടിക്കണം. എന്നിട്ട് ഇത്ര പ്രാവശ്യം, ചിലപ്പോൾ 20 പ്രാവശ്യം, ചിലപ്പോൾ 40 പ്രാവശ്യം, ചിലപ്പോൾ 50 പ്രാവശ്യമൊക്കെ എണ്ണം പറഞ്ഞു തന്നിട്ട് അമ്മ പറയും, ഇങ്ങനെ പറയണം. എങ്ങനെ? അമ്മേ മാതാവേ എൻ്റെ കൈ പിടിച്ച് കൂടെ നടക്കണേ, അമ്മേ മാതാവേ എൻ്റെ കൈ പിടിച്ച് കൂടെ നടക്കണേ, അമ്മേ മാതാവേ എൻ്റെ കൈ പിടിച്ച് കൂടെ നടക്കണേ. അപ്പോൾ ഓർക്കണം,
അമ്മയെ കാണിച്ചു തന്നിട്ട്, മാതാവിനെ കാണിച്ചു തന്നിട്ട് അമ്മ പറഞ്ഞൊരു രൂപമുണ്ടല്ലോ, ചൂണ്ടിക്കാണിച്ചു തന്നൊരു രൂപം, ആ ഓർമ്മ എൻ്റെ കണ്ണുകളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, ആ കണ്ണുകളാണ് എൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ആ അമ്മയെ ഓർക്കും, മാതാവിനെ ഓർക്കും. മാതാവിനോട് പറയും, അമ്മേ മാതാവേ കൈ പിടിച്ച് കൂടെ നടക്കണേ, അമ്മേ മാതാവേ കൈ പിടിച്ച് കൂടെ നടക്കണേ. അപ്പോൾ ഈ ഇരുട്ടുള്ള ഭാഗം കടക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സമയം തീരുന്നത് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേ മാതാവേ കൈ പിടിച്ച് കൂടെ നടക്കണേ, അമ്മേ മാതാവേ കൈ പിടിച്ച് കൂടെ നടക്കണേ. അപ്പോൾ പേടിയുള്ള സമയങ്ങളിലൊക്കെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ പതിയുക. പതുക്കെ പതുക്കെ പേടി മാറി. പേടിയെന്ന് കേൾക്കുമ്പോൾ പേടിയുടെ ഭാവമല്ല മനസ്സിൽ, മറിച്ച് അമ്മയുടെ ഭാവമാണ്, മാതാവിൻ്റെ രൂപമാണ്. പേടിയെന്ന് കേൾക്കുമ്പോൾ, പേടിയെന്ന ചിന്തയാണെങ്കിൽ തന്നെ മനസ്സിൽ വരുന്നത് എന്താ? മാതാവിൻ്റെ രൂപമാണ്. അപ്പോൾ വലിയൊരു, എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം എന്താണെന്നറിയോ, ഒരു വലിയ ആന്തരിക സൗഖ്യം ആ ബാല മനസ്സിൽ എനിക്ക് മാതാവിലൂടെ കിട്ടി. പേടി, ഒരു ഭയചിന്ത, ഫിയർ കോംപ്ലക്സ്. എനിക്ക് ആൾക്കാരെ പേടിയായിരുന്നു, ഇരുട്ടിനെ പേടിയായിരുന്നു, ഒറ്റയ്ക്കിരിക്കാൻ പേടിയായിരുന്നു, വലിയ ആൾക്കൂട്ടത്തെയൊക്കെ കാണുമ്പോൾ മുട്ടുപിറയ്ക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു മാതാവ് വഴി ലഭിച്ച ആ ആന്തരിക സൗഖ്യത്തിലൂടെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എന്തു പറ്റി? ആയിരക്കണക്കിന് മനുഷ്യരോട് അമ്മയുടെയും മകൻ്റെയും ഈശോയുടെയും മാതാവിൻ്റെയും സന്ദേശങ്ങൾ പറയാൻ എന്നെ ഒരുക്കി, എൻ്റെ അമ്മ എന്നെ ഒരുക്കി. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ എൻ്റെ അമ്മയും മാതാവും ഒന്നാണ്. എൻ്റെ അമ്മയുടെ ചൈതന്യം, മാതാവിൻ്റെ ചൈതന്യം ഒന്നാണ്. നിറച്ച് സ്നേഹം, നിറച്ച് കരുണ, വാത്സല്യം, ആന്തരിക സൗഖ്യം. ഇന്നും ഭാരപ്പെട്ട നിമിഷങ്ങളിൽ അമ്മയിലേക്ക് ഞാൻ ഓടിയെത്തുക. അമ്മേ മാതാവേ കൈപിടിച്ച് കൂടെ നടക്കണേ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇന്നും മധുരിക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്ന ഒന്നാണ് എൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട്, മാതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ പഠിപ്പിച്ചത്. ഇതെടാ മോനെ, മാതാവ് നോക്ക്, ഞാൻ കൂടെയില്ലെങ്കിലും ആ അമ്മ കൂടെയുണ്ട്. വീണ്ടും ആ അമ്മയുടെ ജപമാല വഴി, പ്രാർത്ഥന വഴി ഭയം എന്ന വലിയൊരു വിപത്തിനെ ഞാൻ അതിജീവിച്ചത്. മനസ്സിലെ ആ ഭയചിന്തയെ, പേടിയുടെ ചിന്തയെ അതിജീവിച്ചത് എനിക്കിന്നും വലിയ സന്തോഷമാണ്. ഇപ്പോഴും വലിയ ആനന്ദമുണ്ട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ. എൻ്റെ നല്ല അമ്മ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് യേശുവിനെക്കുറിച്ച് ഒരു വലിയ ബഹുമാനവും സ്നേഹവും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, എൻ്റെ വിശ്വാസത്തിലുണ്ടെങ്കിൽ, അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ കാരണമാണെന്നാണ്. കാരണം വളരെ വ്യക്തമായിട്ട് എൻ്റെ അനുഭവം പറയുന്നത്, അമ്മയോട് വിശ്വസ്തതയുള്ളവരൊക്കെ അമ്മ പറയുന്ന കാര്യം ചെയ്യും. അനുസരണം സ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള അനുസരണത്തിലാണ് അവസാനിക്കുന്നത്. മാതാവ് എപ്പോഴും പറയുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിലുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണവേളയിലാണ് മാതാവ് ഇത് പറയുന്നത് എങ്കിലും, എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഈ ഒരു വാക്ക് മുഴങ്ങുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അമ്മയതാ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അമ്മ പറയുന്നതനുസരിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് യേശു പറയുന്നത് പോലെയാണ്.
അപ്പോൾ കഴിവതും ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളിലും, എല്ലാ വാക്കുകളിലും, എല്ലാ ചെയ്തികളിലും ഞാൻ ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ കേരളത്തിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ച് വടക്കേ ഇന്ത്യയിലേക്ക് പോകാൻ എനിക്കൊരു ദിവസത്തിന് ശേഷമാണ് എൻ്റെ ടിക്കറ്റ് ഡൽഹിയിലേക്ക് പോകാൻ. അപ്പോൾ ഒരു ദിവസം സമയമുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് ശേഷം, കൺവെൻഷന് ശേഷം തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഓർത്തു, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് കുടുംബസമേതം ജീവിക്കുന്നുണ്ട്. ഞാൻ ആ സഹോദരനെ കാണാൻ വേണ്ടി പോയി. മഴ പെയ്യുന്നുണ്ട്, ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഞാൻ ബൈക്കിലാണ് പോകുന്നത്. ഞാൻ ബൈക്കിൽ യാത്ര തുടങ്ങി. ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി നല്ലതുപോലെ മഴ പെയ്യാൻ തുടങ്ങി. ടാർ റോഡിൽ അവിടെയും ഇവിടെയും ഒക്കെ കുഴികളുണ്ട്, വെള്ളം നിറഞ്ഞു കിടക്കുന്നു. അല്പം സ്പീഡിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ രൂപം. എനിക്ക് അനുഭവപ്പെടുന്ന ഇതാണ്, മാതാവ് കൈ എൻ്റെ തോളത്ത് വെച്ചിരിക്കുക. എൻ്റെ വലത്ത് തോളത്ത് മാതാവ് കൈ വെച്ചു. അപ്പം ഞാനിങ്ങനെ, എനിക്ക് മനസ്സിലായില്ല, ഒന്നും ചിന്തിക്കാതെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ മോട്ടോർ സൈക്കിൾ ഒരു ചെറിയ കുഴിയിലേക്ക് ചാടി. വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ കരുതിയത് അത് ചെറിയ കുഴിയാണ്. പക്ഷേ ആ മോട്ടോർ സൈക്കിളിൻ്റെ ഫ്രണ്ട് ചക്രം, മുൻപിലത്തെ ചക്രം ആ കുഴിയിലേക്ക് വീണപ്പോഴാണ് മനസ്സിലായത് അത് ചെറിയ കുഴിയല്ല. മോട്ടോർ സൈക്കിളിൻ്റെ മുൻപിലത്തെ ചക്രത്തിൻ്റെ പകുതി ഭാഗത്തോളം ആ കുഴിയിലേക്ക് കുത്തി വീണു. എന്ത് സംഭവിച്ചു? വണ്ടി 2-3 പ്രാവശ്യം തകിടം മറിഞ്ഞ് വണ്ടി മുൻപോട്ട് തെറിച്ചുപോയി. വണ്ടിയിൽ നിന്ന് ഞാനും തെറിച്ച് റോഡിന് നടുവിലേക്ക് വീഴുകയാണ്. ഒരു നിമിഷം ദൈവമേ എല്ലാം അവസാനിച്ചുവോ എന്ന് കരുതി നിൽക്കുമ്പോൾ ഞാൻ ആ ടാർ റോഡിൻ്റെ നടുക്ക് വഴി കിടക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എൻ്റെ നേരെ പാഞ്ഞടുക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഒറ്റയൊരു ചിന്തയേ ഉള്ളൂ, എൻ്റെ അമ്മേ എല്ലാം തീർന്നു, എൻ്റെ ദൈവമേ എല്ലാം തീർന്നു, എൻ്റെ അമ്മേ എല്ലാം തീർന്നു. 5-6 മീറ്റർ മാത്രം ദൂരത്തിലാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്. ആ ടയറുകൾ എൻ്റെ നേരെ ഉരുണ്ടു വരുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ കണ്ണടച്ചു, എൻ്റെ അമ്മേ എന്ന് വിളിച്ച് കണ്ണടച്ചു. അപ്പോൾ കണ്ണടച്ച നിമിഷം ഞാൻ കരുതുന്നത് ഈ ടയർ എൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയാണ്. പക്ഷേ 1 നിമിഷം, 2 നിമിഷം, 5-6 നിമിഷങ്ങൾ ഇങ്ങനെ കഴിയുകയാണ്. ഞാൻ കണ്ണ് തുറന്നു നോക്കി, എൻ്റെ ഒന്നും സംഭവിക്കാത്തത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബസ്, കോഴിക്കോടിന് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബസ് വെട്ടിച്ചിട്ട് ടാർ റോഡിൽ നിന്നും തെന്നി മാറി പറമ്പിലേക്ക് ഇറങ്ങി വീണ്ടും തിരിച്ച് ടാർ റോഡിലേക്ക് കയറി കടന്നു പോവുകയാണ്. ബ്രേക്ക് ഇട്ടെങ്കിലും ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബസ്സിൻ്റെ പിൻഭാഗമാണ് കാണുന്നത്. ബസ്സിൻ്റെ ഒരു വശത്ത് നിന്ന് ആൾക്കാരെല്ലാം പുറത്തേക്കിട്ട് നോക്കുക, എന്താണ് സംഭവിച്ചത്. കണ്ണടച്ച് ഞാൻ ഇപ്പോഴും ആ രംഗം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് എൻ്റെ അമ്മയുടെ രൂപമാണ്, പരിശുദ്ധ അമ്മയുടെ രൂപമാണ്. എൻ്റെ നേരെ ഉരുണ്ടുവരുന്ന ടയറിന്മേൽ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയുടെ രൂപമാണ്. വളരെ വ്യക്തമായി ഞാൻ ഓർക്കുകയാണ്. അമ്മയുടെ മുഖമാണ് എൻ്റെ നേരെ ഉരുണ്ടുവരുന്ന ടയറിന്മേൽ ഞാൻ കണ്ടത്. അമ്മേ, എൻ്റെ അമ്മേ എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ആ ടയറിനെ നോക്കി എൻ്റെ അമ്മയോട് തന്നെയാണ്. പക്ഷേ അമ്മ എന്നെ കാക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ വഴികളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ എനിക്കെന്നും എൻ്റെ ഒരു സന്തത സഹചാരിയായി, എൻ്റെ ഒരു കൂട്ടുകാരിയായി എൻ്റെ അമ്മ എന്നോടൊത്തുണ്ട്.
നമ്മൾ പറയാറുണ്ട്, വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ ഒരു നല്ല കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല കൂട്ടുകാരി നമ്മുടെ വളർച്ചയെ അതിൻ്റെ തനിമയിൽ ക്രമീകരിക്കുന്നതിന് നമ്മെ സഹായിക്കും എന്ന് പറയാറുണ്ട്. അത് സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് എൻ്റെ അമ്മ കൂടെയുള്ളത്, പരിശുദ്ധ അമ്മ കൂടെയുള്ളത്. ഈ തിരുത്തൽ ശക്തി എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ വേണ്ടയോ എന്ന് ഉപദേശിച്ച് തരുന്ന ഒരാൾ നമുക്കെന്നും വിലപ്പെട്ടവരാണ്. എൻ്റെ അമ്മ ആ രീതിയിൽ എൻ്റെ വലിയൊരു കൂട്ടുകാരി കൂടിയാണ്. പൗരോഹിത്യ ജീവിതം തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, അതെൻ്റെ അമ്മയാണ്. പലപ്പോഴും അമ്മയുടെ മുൻപിലിരുന്ന് എൻ്റെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമൊക്കെ തുറന്നു പറയാൻ പറ്റിയ ഒരു കൂട്ടുകാരിയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഇതാണ്. ഏതെങ്കിലും സമയത്ത് വൈകാരികമായി വിചാരത്തിലോ ബന്ധങ്ങളിലോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന സമയം, ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയം, ഞാൻ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന സമയം, അല്ലെങ്കിൽ സംഘർഷം അനുഭവിക്കുന്ന സമയം, എനിക്ക് ഉറപ്പാണ് ആ സമയങ്ങളിൽ, ആ ദിവസങ്ങളിലെ രാത്രികളിൽ എൻ്റെ അമ്മ എൻ്റെ സ്വപ്നത്തിൽ എത്തിയിരിക്കും. എൻ്റെ അനുഭവമാണത്. തെറ്റിദ്ധാരണ മൂലവും അഹങ്കാരം മൂലവും ഒക്കെ നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോനെ, നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യരുത് എന്ന് തിരുത്തേണ്ടത് തിരുത്തുവാനും കൂട്ടിച്ചേർക്കേണ്ടത് ചേർക്കുവാനും നമ്മൾ പറയാറുണ്ട്. കൊള്ളേണ്ടത് കൊല്ലാനും തള്ളേണ്ടത് തള്ളാനും എൻ്റെ അമ്മ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞിരിക്കും. അതെൻ്റെ ഒരു അനുഭവമാണ്. പല കാര്യങ്ങളിലും ഞാൻ വളരെ വ്യക്തിപരമായ ഒരു ഉദാഹരണം പറയാം. മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സഹവൈദികനോട് ഒത്തിരിയേറെ അമർഷമുണ്ടായി. ചില കാര്യങ്ങളിൽ സഹവൈദികനോട് ഒത്തിരിയേറെ അമർഷവും മനസ്സിൽ അസ്വസ്ഥതയുണ്ടായി. എനിക്ക് എൻ്റെ മനസ്സിൽ അന്ന് ഏറ്റ മുറിവിൻ്റെ വെളിച്ചത്തിൽ ആ മുറിവിൻ്റെ ആഴം കാരണം പകരം വീട്ടണം എന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു ആ വ്യക്തിയോട് പകരം വീട്ടണം. എൻ്റെ മനസ്സിനേൽപ്പിച്ച മുറിവ്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ മനസ്സിലേൽപ്പിച്ച വേദന, അതിനൊരു പകരം വീട്ടണം. ഞാനിങ്ങനെ പല ദിവസം എനിക്ക് ക്ഷമിക്കാൻ കഴിയാതെ ആ വൈദികനോട്, സഹവൈദികനോട് പകരം വീട്ടണം എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ, ഞാനിപ്പോഴും കൃത്യമായി ഓർക്കുന്നു, ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ ഒത്തിരി വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങി ഗാഠനിദ്രയിലായപ്പോഴേക്കും ഞാനൊരു സ്വപ്നം കാണുകയാണ്. കുറവിലങ്ങാട്ട് മുത്തിയമ്മ, അതായത് എൻ്റെ ഇടവക പള്ളിയിലെ അമ്മ, മാതാവ്, ആ രൂപം എപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. മാതാവ് എൻ്റെ കട്ടിലിൻ്റെ അരികിൽ, ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്ന് കരയുകയാണ്. മാതാവ് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്ന് കരയുകയാണ്.
അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഉടനെ മാതാവ് മറുവശത്ത് നിന്ന് ഏത് പുരോഹിതനോട് ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയോ ആ പുരോഹിതൻ്റെ കൈ പിടിച്ച് എൻ്റെ മുൻപിലേക്ക് മാറ്റി നിർത്തി. ഞാൻ ഒരിക്കൽ കൂടി കൃത്യമായിട്ട് പറയാം, ഗാഠമായ ഉറക്കത്തിൽ മാതാവ്, ഞാൻ സ്വപ്നം കാണുകയാണ്, മാതാവ് എൻ്റെ കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്ന് കരയുന്നു. ഞാൻ വിഷമത്തോടെ മാതാവിനോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഇത് കേട്ട ഉടനെ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാതാവ് ആ പുരോഹിതനെ പിടിച്ച് എൻ്റെ മുൻപിലേക്ക് മാറ്റി നിർത്തി. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലായിരുന്നു സ്വപ്നത്തിൽ. ഞാൻ മാതാവ് അദ്ദേഹത്തെ പിടിച്ച് എൻ്റെ മുൻപിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ആ പുരോഹിതൻ ആരാണെന്ന് ഓർക്കണം, ആരോട് ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്നോ ആ പുരോഹിതൻ, അവനെ മുമ്പിലേക്ക് മാറ്റി നിർത്തിയിട്ട് മാതാവ് ചോദിക്കുക, നീ എന്തിനാ ഇവനെ വെറുക്കുന്നത്? നീ എന്തിനാണ് ഇവനെ വെറുക്കുന്നത്? ഉടനെ ആ ഉറക്കത്തിൽ പോലും, സ്വപ്നത്തിൽ പോലും എനിക്ക് അരിശം വരികയാണ്. ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അപമാനിച്ചില്ലേ, എന്നെ വേദനിപ്പിച്ചില്ലേ, എനിക്ക് മുറിവേൽപ്പിച്ചില്ലേ, ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് മാതാവിനോട് ഞാൻ കയർത്ത് സംസാരിക്കുക. അപ്പം മാതാവ് ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, അവനൊരു തെറ്റ് പറ്റിയത് ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലേ? അവനൊരു തെറ്റ് പറ്റിയത് നീ തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയില്ലേ? അതെന്നെ, എൻ്റെ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിച്ചു, എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അത് ഞാൻ ആ കിടക്കുന്നിടത്തു നിന്ന് തന്നെ എണീറ്റ് മാതാവിൻ്റെ കൈ പിടിച്ചു. മാതാവേ, പറഞ്ഞു തന്നതിന് നന്ദി, ഇത്രയും പറഞ്ഞു. എൻ്റെ കണ്ണ് തുറന്നു, എൻ്റെ ഉറക്കം തെളിഞ്ഞു, എൻ്റെ സ്വപ്നം പോയി. പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കാനായി ബലിവേദിയിലേക്ക് എത്തുമ്പോൾ മാതാവിൻ്റെ ഓർമ്മ ഇതാണ്. മാതാവ് പറയുകയാണ്, രാത്രിയിൽ ഞാനൊരാളെ നിനക്ക് കാണിച്ചു തന്നില്ലേ, ദേ അവനുമുണ്ട് നിൻ്റെ കൂടെ ബലിയർപ്പിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ആ വൈദികൻ്റെ ഒപ്പമാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അന്ന് ആ ബലിവേദിയിൽ ബലിയർപ്പിച്ചത്. ഞാൻ ക്ഷമിച്ചു, എനിക്ക് ക്ഷമിക്കാൻ പറ്റി. എനിക്ക് പറ്റിയതല്ല, എൻ്റെ അമ്മ എന്നെ അതിന് പ്രാപ്തനാക്കി. എൻ്റെ സ്വപ്നത്തിൽ വന്ന് അവനെ പിടിച്ച് എൻ്റെ മുൻപിൽ നിർത്തി, അവനോട് ക്ഷമിച്ചുകൂടെ മോനെ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ എന്നും മനസ്സിൽ താലോലിക്കുന്ന ആ രൂപം, ആ മുഖം, ആ പ്രാർത്ഥന, ആ വാക്ക് എനിക്ക് നിഷേധിക്കാനായില്ല. എൻ്റെ മനസ്സ് മാറിപ്പോയി അറിയാതെ തന്നെ. ദൈവമാണ് എന്നെ മാറ്റിയത്. അമ്മയുടെ മധ്യസ്ഥവും അമ്മയുടെ സാന്നിധ്യവും കൊണ്ട് കർത്താവിൻ്റെ ശക്തി എന്നെ മാറ്റിമറിച്ചു. ഞാനൊരു കാര്യം പഠിച്ചു, എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളമാണ് അമ്മ എനിക്ക് സ്വന്തമാവുക. എത്രത്തോളം ക്ഷമിക്കുന്നുവോ എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഉപദ്രവിച്ചവരും നിന്ദിച്ചവരും അപമാനിച്ചവരും കുറ്റങ്ങൾ ആരോപിച്ചവരും നിഷേധിച്ചവരും കുടുക്കിൽ ചാടിക്കാൻ നോക്കിയവരും ചതിയിൽപ്പെടുത്തിയവരും ആരും ആയിക്കൊള്ളട്ടെ, എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളമേ ആ അമ്മ നമുക്ക് അവകാശമാകുന്നുള്ളൂ. എൻ്റെ അമ്മ എൻ്റെ അവകാശമാണ്. ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ്, തിരുത്തി തരികയാണ്. എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ, ക്ഷമയുടെ നിറകുടമാണ്. എൻ്റെ അമ്മ നല്ല അമ്മയാണ്. മേഘങ്ങൾക്കിടയിൽ
പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾ